Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I believe you're all doing well. The weight of obedience, അനുസരണത്തിൻ്റെ മാഹാത്മ്യം. The weight and the glory of obedience. ഫിലിപ്പിയർ 2:7-8 പഠിക്കുമ്പോൾ When we study Philippians chapter 2 verse 7 and 8, നമ്മുടെ കർത്താവ് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Jesus made himself nothing by taking the very nature of a servant, being made in human likeness, and being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. യേശു തന്നെത്താൻ താഴ്ത്തി. എങ്ങനെയാ താഴ്ത്തിയത്? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. Jesus humbled himself and lowered himself down even to the point of death on a cross. യേശുവിന് മരിക്കുമെന്നറിയാമായിരുന്നു, ഉയർത്തെഴുന്നേൽക്കുന്ന അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യേശു പറയുമായിരുന്നു. Jesus knew that he was going to be crucified, and he knew that he was going to raise from the dead as well. That is why he told his disciples that he will be going soon. ഗെത്സമനയിൽ വെച്ച് താൻ പ്രാർത്ഥനയിൽ അനുഭവിച്ച ആ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇതെല്ലാം ശിഷ്യന്മാരുമായി ഷെയർ ചെയ്യുമായിരുന്നു. Jesus used to share with his disciples the weight of the pain that he's experiencing when he's thinking about going to the cross, especially in the Garden of Gethsemane. നമ്മൾ വേദനയിലും പ്രയാസത്തിലും ഒക്കെ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഹിതത്തെ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്നവരാകണം. When we go through pain and struggles and tribulations, still we must surrender our will to God's will. ദൈവം എന്തു പറഞ്ഞാലും അത് നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പറയുന്നത്. No matter what God says to us, no matter what commands he tells us, he always says it for our betterment and for our benefit. യേശു പിതാവിനെ അനുസരിച്ചത് ആ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. The reason Jesus obeyed his father was because of the love he had for his father. നാം പിതാവിനെ പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ പിതാവിൻ്റെ സകല കൽപ്പനകളും നാം അനുസരിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും. When we truly and fully love our heavenly Father, we will perfectly obey every command he says. Love produces obedience. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹം അനുസരണത്തെ ഉളവാക്കുന്നു. Here we can look at an example of how Abraham obeyed God and surrendered his son Isaac. ദൈവ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം മടി കാണിക്കുകയില്ല. നാം ദൈവ സ്നേഹം അനുസരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. When divine love fills our soul, then we will not hesitate to obey God. We will do the things that God tells us. Our love for God will drive us to obey him. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവ സ്നേഹം ഉണ്ടാകണം. ഈ ദൈവ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ആ ദൈവത്തെ അനുസരിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ വലിയ നിത്യതയിൽ ആമേൻ നമുക്ക് ചെന്നെത്തുവാൻ ഇടയായി തീരും. In each of our lives, we must have a great passion and a love for God. And out of our passion and love for God, we must obey God's commands. Then we will reach the purpose and the destination that the Lord has placed for us. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. നമ്മുടെ ക്രിസ്തുവിലുള്ള സ്നേഹം വലിയ അനുസരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകട്ടെ.
our love for Christ may lead us into great and deep obedience. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. O Lord, we surrender ourselves to you. അങ്ങയുടെ കരം നീട്ടി ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ തൊടണമേ. Lord, extend your hands and touch the people who are listening to this message. അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ വചനങ്ങൾ അനുസരിക്കുകയും ചെയ്യുവാൻ ഇടയാക്കണമേ. Lord, enable us all to love you passionately and to obey ഈ you. ജനത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കണമേ. Lord, whatever these people need, you do it for them, Lord. അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. Lord, let every obstacle in front of them be removed. അത്ഭുതങ്ങൾ നടക്കട്ടെ. Lord, let miracles happen. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹമുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുവാൻ ഇടയായിത്തീരും. In our life, if we have a divine love, then our life will move on to perfection. സെപ്റ്റംബർ 6, 7 കാനഡ കിച്ചണർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ മെലേക്ക് എക്സോസിയ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങളെല്ലാവരും ആ മീറ്റിങ്ങിന് വരുവാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരം കാനഡയുടെ മേൽ നീട്ടുന്നു. കാനഡയിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. On September 6th and 7th, we have a Melek Exousia conference in Kitchener, Canada. I encourage you all to pray, register and come and attend that conference. The mighty hand of the Lord is going to be stretched out in Canada, and you must all come and be a part of that move of God. God bless you. Love you.